ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയോ? നല്ല പഴുത്ത മാങ്ങയും വൈറ്റ് ചോക്ലേറ്റും ഉള്ള പുഡിങ്ങാണ്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് കണ്ടു നോക്കൂ. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു ബൗളിൽ ഞാൻ 3 മുട്ടയുടെ ഉണ്ണിയും ഒരു മുഴുവൻ മുട്ടയും 8 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് യോജിപ്പിക്കുകയാണ്. എന്നിട്ട് അടുപ്പത്ത് നമുക്ക് ഒരു 250 ml പാല് ചെറിയ ചൂടിലൊന്ന് ചൂടാക്കണം. എന്നിട്ട് ഈ പഞ്ചസാരയും മുട്ടയും നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല പതഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് 6 ടീസ്പൂണ് കോൺഫ്ലവറും ഇട്ട് കൊടുത്തിട്ട് കോൺഫ്ലവറും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇത് മൃണാളും വീട്ടിൽ വന്നപ്പോൾ കഴിച്ച് ടേസ്റ്റ് ചെയ്തതാണ്. അത് കൂടാതെ വനിതാ പാചകറാണിയിലും എനിക്ക് ഒത്തിരി അപ്രീഷിയേഷൻ കിട്ടിയൊരു ഡിഷാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ചെറിയ ചൂട് പാല് കുറേശ്ശെ ആ മുട്ട മിക്സിലോട്ട് ആഡ് ചെയ്ത് അതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് യോജിപ്പിക്കണം. അത് ബീറ്റ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് മുഴുവൻ പാലും കുറേശ്ശെയായിട്ട് ബീറ്റ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ പാത്രം വീണ്ടും അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബീറ്റ് ചെയ്ത മുട്ടയും പാലും പഞ്ചസാരയും കോൺഫ്ലവറും മിക്സും കൂടെ അടുപ്പത്തോട്ട് തിരിച്ച് വെക്കണം. തിരിച്ച് വെച്ച് കഴിഞ്ഞിട്ട് അതിനെ നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. ആ സ്റ്റെപ്പാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒത്തിരി പേര് ആവശ്യപ്പെട്ട ഒരു റെസിപ്പിയാണ്. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ കുറച്ച് വൈകിപ്പോയി, എന്നാലും ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ മുട്ടയും പാലും കോൺഫ്ലവറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. നന്നായിട്ട് കുറുകി കഴിയുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ തീ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും നന്നായിട്ട് അതിനെ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒരു ഗ്ലേസ് വരുന്ന വരെ അത്രയും സമയം നന്നായിട്ട് അതിനെ ബീറ്റ് ചെയ്ത് യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പങ്ങ് ഓഫ് ചെയ്യാം. ഇത് കുറുകി ഒരു ഗ്ലേസ് വന്നു കഴിയുമ്പോൾ അടുപ്പങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് ചെറുതായിട്ട് തണുക്കാൻ വെക്കുക. അതായത് ചെറിയ ചൂട് വേണം. ആ ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്കൊരു 150 ml വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് അതിനകത്ത് ഇട്ടിട്ട് ഒരു ക്യൂബ്സായിട്ട് മുറിച്ച് അതിനകത്ത് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ വിസ്ക് വെച്ച് തന്നെ അതിനെ യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ആ വൈറ്റ് ചോക്ലേറ്റ് ആ ചെറിയ ചൂടിൽ നന്നായിട്ട് മെൽറ്റായിട്ട് ആ പുഡിങ്ങിൻ്റെ കൂടെ യോജിച്ചോളും. അതെല്ലാം മെൽറ്റ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞ് നമുക്കതിനെ നന്നായിട്ട് തണുക്കാൻ വെക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ബട്ടർ ഒരു 75 ഗ്രാം നല്ല റൂം ടെമ്പറേച്ചറിലെ ബട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് ആ ബട്ടറും ആ പുഡിങ്ങിൽ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് അവസാനം കുറച്ച് മാംഗോ എസൻസ് കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാർട്ട് പുഡിങ്ങിൻ്റെ റെഡിയായി. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റ് എടുക്കുക. ആ സെർവിങ് പ്ലേറ്റിൽ ഒരു മാങ്ങ അല്ലെങ്കിൽ ആ പ്ലേറ്റിൻ്റെ അടിവശം കവർ ചെയ്യുന്ന വിധത്തിൽ നല്ല ലെയർ ചെയ്ത് മാങ്ങ കഷ്ണങ്ങൾ ഇടുക. അത് പഴുത്ത മാങ്ങ കഷ്ണങ്ങൾ ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയ പുഡിങ് അതിൻ്റെ മുകളിൽ ലെയറാക്കി വെക്കുക. എന്നിട്ട് അത് ഫുൾ കവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനെ ഫ്രിഡ്ജിൽ വെക്കാം. ആ ഫ്രിഡ്ജിൽ വെച്ച് തണുക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു പാനിൽ പഞ്ചസാര 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ബ്രൗൺ ആകുമ്പോഴത്തേക്കും ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു അര മാങ്ങ വേവിച്ചെടുക്കണം. എന്നിട്ട് അതൊന്ന് തണുത്ത് കഴിയുമ്പം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് സെറ്റായ പുഡിങ്ങിൻ്റെ മുകളിൽ ആ മാംഗോ ബട്ടറിലും കാരമലൈസ് ഷുഗറിലും സ്റ്റ്യൂ ചെയ്തത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, ടേസ്റ്റും അതുപോലെ ഉണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ ഒരു ലെയറിൽ നല്ല മാംഗോ സ്റ്റ്യൂ ചെയ്തിട്ട് കൊടുത്തിട്ട് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കുറച്ച് പിസ്റ്റാച്യൂ നട്ട്സ് അതിൻ്റെ ചൂടുവെള്ളത്തിലിട്ട് തൊലി കളഞ്ഞ് നല്ല ഗ്രീൻ കളർ മെയിൻറ്റെയിൻ ചെയ്യണം. അത് എന്നിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് നമുക്ക് ആ പുഡിങ്ങിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് ഒന്ന് കഴിച്ച് നോക്കിക്കേ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവും, എളുപ്പമാണ് ഉണ്ടാക്കാനുമായിട്ട്. അപ്പോൾ ഇത് കണ്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും എന്നെ അറിയിക്കണം. മൃണാളിനും ഒക്കെ ഭയങ്കര ഇഷ്ടമായ ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കുമല്ലോ. അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരിക. താങ്ക് യു.